ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഫ്രിഡ്ജിൽ സോസേജ് ഇരിപ്പുണ്ടോ? എന്നാൽ എൻ്റെ കൂടെ കൂടിക്കോട്ടോ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സോസേജ് റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. സോസേജിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും എല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഇതിന് വേണ്ട റൈസ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. 3 കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ബോയിൽ ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് അധികം വെന്തുടഞ്ഞു പോകാതെ വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇത് ചിക്കൻ്റെ കോക്ടെയിൽ സോസേജ് ആണേ. ഇത് ഏകദേശം ഒരു 200 ഗ്രാംസ് ഉണ്ട്. ഡീഫ്രോസ്റ്റ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചോപ്പ് ചെയ്തെടുത്തോളൂ. ഈ സോസേജും അത്ര സ്പൈസി അല്ല കേട്ടോ, സോൾട്ടഡ് ആണ്. അതുകൊണ്ട് റൈസിനും വെജിറ്റബിൾസിനും ഒക്കെ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വേണം ആഡ് ചെയ്യാനായിട്ട്. കളർ നോക്കി എരിവ് തീരെ ഇല്ലാത്ത സോസേജ് ആണ്. പെപ്പർ പൗഡർ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്യാൻ സാധിക്കും. അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, പിന്നെ ഇതിനധികം കറികളുടെയും ആവശ്യമില്ല. ചോപ്പ് ചെയ്തെടുത്ത സോസേജ് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത സോസേജ് റൈസിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണേ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ, പിന്നെ എരിവിനാവശ്യമായ പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കമ്പൈൻ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സോസേജ് സോൾട്ടഡ് ആയതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് പെപ്പർ എരിവിനായിട്ടും പിന്നെ കുറച്ച് ഗരം മസാല ഫ്ലേവറിനായിട്ടും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നോക്കിയേ, സോസേജിൻ്റെ കളർ സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടില്ലേ? ഒരു സ്ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. നമ്മൾ എടുത്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുപ്പത്തിൽ സോസേജ് വന്നിട്ടുണ്ട്. എണ്ണയിൽ കടന്ന് നേരിയതായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോൾ കുറച്ച് വലിപ്പം വെക്കുന്ന കേട്ടോ. ഇനി ഈ ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഒരു സ്ലൈറ്റ് ബ്ലാക്ക് കളറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, പെപ്പറും പിന്നെ നമ്മൾ ഗരം മസാല പൗഡറും ആഡ് ചെയ്തിരുന്നില്ലേ, ഈ എണ്ണ തന്നെ നമ്മൾ ഇനിയും യൂസ് ചെയ്യുകയാണ്. ഞാൻ പറയാൻ മറന്നുപോയിന്ന് തോന്നുന്നു, റൈസ് ബ്രൗൺ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം കുറച്ച് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. ചെറുതായിട്ട് ചതച്ച 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, കുറച്ച് ജാതിപത്രി, 1 ബേ ലീഫ്, 2 പീസ് കറുവപ്പട്ട, പിന്നെ തക്കോലം, 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും ചൂടെണ്ണയിലേക്ക് ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ഫ്രേഗ്രൻസ് വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ ഹീറ്റഡ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗീ ഞാൻ ആദ്യമേ ആഡ് ചെയ്യാഞ്ഞത്. ഗീ ഒന്ന് മെൽറ്റായി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 പച്ചമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോ സ്മെൽ മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഒരു വലിയ സവോള ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് അടത്തിയിട്ട് കൊടുക്കാം. സവോള സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അടത്തിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞു കിട്ടും. മാത്രമല്ല റൈസിൽ ഇത് കടക്കുന്ന കാണാനും ഒരു ഭംഗിയാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടാനായിട്ടല്ല ഗാർണിഷ് ചെയ്യാനായിട്ട് സവോള വറക്കുന്നത് പോലെ അങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. എന്നാലും സ്ലൈറ്റ് ആയിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പരുവം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓണിയൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഫാസ്റ്റ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ ഓരോ എതളെതളായിട്ട് നമുക്ക് സവോള കിട്ടും കേട്ടോ. അതാണ് ചെറിയൊരു ടിപ്പ്. ഇപ്പം സവോളയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടില്ലേ? ഇത്രയും മതി. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് പീസാണ്. ഇത് ആവശ്യത്തിന് പെപ്പർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. രാവിലെ എണീറ്റ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ ഒത്തിരി ഈസി ആയി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. രാവിലെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും കുക്കിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ക്യാരറ്റും ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇത് കൂടാതെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും മറ്റ് വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ മിക്സിന് ആവശ്യമായ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്വല്പം പെപ്പർ പൗഡർ, അതേപോലെ തന്നെ നല്ല ഫ്രേഗ്രൻസിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ നേരത്തെ ചേർത്തതുപോലെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുവാണേ. എല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് കമ്പൈൻ ചെയ്ത് നല്ല ഫ്രേഗ്രൻസ് വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യിൽ കടന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം റോസ്റ്റ് ആകുമ്പോൾ നല്ലൊരു ഫ്രേഗ്രൻസ് വരത്തില്ലേ? അതാണ് പാകം.
അങ്ങനെ പാകത്തിന് റോസ്റ്റ് ചെയ്തെടുത്ത മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതും കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി ഇതിൽ കുക്ക്ഡ് ആവാനൊന്നുമില്ല, എന്നാലും മസാലപ്പൊടിയും ഉപ്പും എല്ലാം നല്ലതുപോലെ സ്പ്രെഡ് ആകുന്ന രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാമേ. ഈ മിക്സിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ജീര റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റൈസ് കുക്ക് ചെയ്ത സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് റൈസ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ജെന്റിലായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾറെഡി കുക്ക്ഡ് ആണ്. പിന്നെ സ്ലൈറ്റ് ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവിനായിട്ട് പെപ്പർ പൗഡർ, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എരിവും ഉപ്പും എല്ലാം ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ എരിവിനായിട്ടും പിന്നെ സ്ലൈറ്റ് ഉപ്പ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സോസേജ് റൈസ് റെഡി ആയിട്ടുണ്ട്. ചോറ് നോക്കിക്കേ, അധികം ഉടഞ്ഞു പോകാതെ വെന്ത് കുഴഞ്ഞു പോകാതെ ഒന്നൊന്നെ തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം റൈസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചൂടോടുകൂടി തന്നെ ചിക്കൻ സോസേജ് റൈസ് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു വിടാനും പറ്റിയ ഒരു റൈസ് റെസിപ്പിയാണ്. കാസറോൾ ബോക്സ് ആണെങ്കിൽ ചൂടായിട്ട് തന്നെ ഇരിക്കും. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയായിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇതിൽ ക്യാരറ്റും പിന്നെ പീസുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. കൂടാതെ സോസേജ് പല കുട്ടികൾക്കും താല്പര്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. കുറച്ച് ഫ്രഷ് കട്ട് വെജിറ്റബിൾസും ഒരു പിക്കിളും ഉണ്ടെങ്കിൽ ഇനി വേറെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി അല്ലേ? റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.